أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. لا حول ولا قوة إلا بالله العلي العظيم. സൂറത്തുൽ വാഖയുടെ 4-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. അവസാനമായിട്ട് 47-ാമത്തെ ആയത്ത് ക്ലാസ് എടുത്തിട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. വക്കാനു യഖൂലൂന അഇദാ മിത്ന വകുന്ന തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഊസൂൻ എന്നുള്ള ആയത്ത് അസ്ഹാബു ഷിമാലിനെ, തിന്മയുടെ ആളുകള്, നാളെ പരലോകത്ത് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ആളുകളുടെ കാര്യം ഇങ്ങനെ വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ട് അവര് പാപങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു എന്ന് കഴിഞ്ഞ ആയത്ത്. ആ പാപം ചെയ്യുന്നതോടുകൂടെ തന്നെ വക്കാനു യഖൂലൂൻ, അവർ പറയാറുണ്ടായിരുന്നു, ഇദാ മിഥ്ന, നാം മരണപ്പെട്ടു കഴിഞ്ഞാൽ, വകുന്ന തുറാബൻ, മണ്ണായി കഴിഞ്ഞാൽ, വഇളാമൻ, എല്ലുമായി കഴിഞ്ഞാൽ, ഇന്നാ ലമബ്ഊസൂൻ, ഞങ്ങളെ പുനർജീവിപ്പിക്കപ്പെടുമോ എന്ന് അതിനെ പരിഹസിച്ചുകൊണ്ട്, ഒക്കെ മണ്ണായി പോയതിനു ശേഷം, എല്ലുകളെല്ലാം നുരുമ്പിപ്പോയതിനു ശേഷം ഞങ്ങളെ മടക്കപ്പെടുമോ എന്ന് ചോദിക്കുകയാണ്. അവിടെ തഫ്സീർ ജലാലൈനി ഇദാ എന്നുള്ളിടത്തും ഇന്ന എന്നുള്ളിടത്ത് രണ്ട് ഹംസകളുടെ ഖിറാഅത്ത് ആണ് വിശദീകരിച്ചത്. അവ ആബാഉനൽ അവ്വലൂൻ, അവിടെ ഹംസ വിശദീകരിക്കാറിന് കഴിഞ്ഞാല് ഹംസ തഹ്കീക്കോട് കൂടെ ഉച്ചരിച്ചിട്ടും തസ്ഹീൽ സാനി രണ്ടാമത്തിനെ സഹിലാക്കി ഉച്ചരിച്ചിട്ടും അതിൻ്റെ ഇടയിൽ അൽഫ് ചേർത്തിട്ടുമുള്ള ഖിറാഅത്തുകൾ തഫ്സീർ ജലാലൈനി എപ്പോഴും അങ്ങനത്തെ ആ സന്ദർഭം വരുന്ന സമയത്ത് വിശദീകരിക്കാറുള്ളതാണ്. നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ആയത്ത് വാവ ആബാഉനൽ അവ്വലൂൻ, അതും നമ്മളുടെ പൂർവ്വപിതാക്കന്മാരോ എല്ലുകളും മണ്ണുകളുമായി പോയതിനു ശേഷം മടക്കപ്പെടുമെന്നാണോ? ഒന്നുകൂടി പരിഹസിച്ചുകൊണ്ട് ചോദിക്കാണ്. ആബാഉന, അബ് ആബാ, പിതാക്കന്മാർ. അവ്വലു എന്ന് പറഞ്ഞാൽ പൂർവ്വകാലത്ത് ജീവിച്ചു പോയ നമ്മളുടെ പൂർവ്വപിതാക്കന്മാരെ എല്ലാം മടക്കപ്പെടുമെന്നാണോ? ആ വ എന്നുള്ളത് ബി ഫതഹിൽ വാവി ലിലാത്തഫി, കഴിഞ്ഞ നേരത്തെ സെന്റൻസ് ഇന്നാല മബ്ഊസൂൻ എന്നുള്ളതോട് ചേർന്നുകൊണ്ട് അത്തഫിന്റെ ഹർഫായിട്ട് പിന്നെ വാവിന് ഫതഹ ആയിട്ടാണുള്ളത്. വൽ ഹംസത്തു ലിൽ ഇസ്തിഫാമി, എന്നുള്ള ഹംസ ഇസ്തിഫാമിന്റെ ഹംസയാണ്, ചോദ്യം ചോദിക്കാനാണ് വരുന്ന ഹംസയാണ്. നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ മടക്കപ്പെടുമോ എന്നുള്ള ആ ചോദ്യം. ഇതില്, ഈ ഒരു ചോദ്യത്തില്, വഫീമ പോലെ മുമ്പുള്ളതിലും, ലിൽ ഇസ്തിബ്ആദി, വിദൂരതയെ കാണിക്കാൻ വേണ്ടിയാണ്. ബുഅദ് പറഞ്ഞാൽ വിദൂരം, ഇസ്തിബ്ആദ് പറഞ്ഞാൽ വിദൂരത്താണ്. അതായത് ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, നടക്കാത്ത കാര്യമാണ് എന്ന്, വളരെ വിദൂരത്തായ കാര്യമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് എല്ലായി പോയതിനു ശേഷം പുനർജീവിപ്പിക്കുക, അത് നടക്കാത്ത കാര്യമാണ്, വളരെ വിദൂരത്തായ കാര്യമാണ്, ബഈദായ കാര്യമാണ്. അതും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, ഇപ്പോൾ വല്ലിപ്പയുടെ വല്ലിപ്പയ്ക്ക് എത്ര കാലം മുമ്പ് മരിച്ചു പോയതാണ്, അതിനിയും അടക്കുക എന്നുള്ളത്. ഇപ്പൊ രണ്ടിതും നമ്മൾ എല്ലായി പോയതിനു ശേഷം അടക്കപ്പെടുമോ, അതും പൂർവ്വപിതാക്കന്മാരെ മടക്കപ്പെടുമോ എന്നുള്ള രണ്ട് ചോദ്യവും അത് രണ്ടും അതിവിദൂരത്താണ്, ഒരിക്കലും സംഭവിക്കാൻ സാധിക്കാത്തതാണ് എന്ന് പറയാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ അവ എന്നുള്ളിടത്ത് വഫി ഖിറാഅത്തിൻ ബിസുകൂനിൽ വാവി, ഔ എന്ന് വന്നിട്ടുണ്ട്. പിന്നെ അത്തുഫായും കൊണ്ട് ബി ഔ ഔ കൊണ്ടുള്ള അത്തുഫിന്റെ ഹർഫുകളിൽ പെട്ടതാണ് ഔ എന്നുള്ളത്. അപ്പോൾ ഔ എന്നുള്ള ഹർഫ് കൊണ്ട് അത്തുഫായും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മഅ്തൂഫ് അലൈഹി ഏതിൻ്റെ മേലാണ് അത്തുഫ് വരുന്നത്? മഹല്ലു ഇന്ന വസ്മുഹ, ഇന്നിയും അതിൻ്റെ ഇസ്മുമായിട്ടുള്ളതിൻ്റെ മഹല്ലിലേക്ക് അത്തുഫാക്കിയിട്ട് അങ്ങനെയും ഒരു ഖിറാഅത്ത് വന്നിട്ടുണ്ട് എന്ന് പറയും. ഇനി ഓലിപ്പൈ ചോദിച്ചതിന് നമ്മൾ എല്ലായി പോയതിന് ശേഷം, മണ്ണായി പോയതിന് ശേഷം നമ്മളെ മടക്കപ്പെടുമോ, നമ്മളുടെ പൂർവ്വപിതാക്കന്മാരെന്നോ ഇങ്ങനെ എല്ലാം മണ്ണുമായി പോയിട്ടുണ്ട്, അവരെ മടക്കപ്പെടുമോ എന്ന് ചോദിച്ചതിന് മറുപടിയാണ് ഖുൽ, നബി അവരോട് പറഞ്ഞു കൊടുക്കുക, ഇന്നൽ അവ്വലീന വൽ ആഖിരീന. അവ്വലീൻ എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ, വൽ ആഖിരീൻ പിൻഗാമികൾ, ആദ്യകാലത്ത് ജീവിച്ചു പോയവരും ഇനി ജീവിക്കാൻ പിന്നെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വരും കാലഘട്ടത്തിൽ ജീവിക്കുന്നവരും, മുൻഗാമികളും പിൻഗാമികളും. അവ്വലാണ് ആദ്യം, ആഖിറിനാണ് അവസാനം എന്നാണ്. ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ചവരും അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്നവരും എല്ലാവരും
ലമജ്മുഊന ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് ഇലാ മീഖാത്തി യൗമി മഅലൂം അറിയപ്പെട്ട ഒരു ദിവസത്തിൽ. ലമജ്മുഊന എന്നുള്ള ഒരു അർത്ഥം ലമജ്മുഊൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. ഇലാ മീഖാത്ത്, മീഖാത്തിന്റെ അർത്ഥം തഫ്സീർ ജലാലിനോടെ കൊടുത്തിട്ടുണ്ട് ലിവക്തി യൗമി മഅലൂം അറിയപ്പെട്ട ഒരു സമയത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ സമയത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. അപ്പൊ അള്ളാഹു യൗമു മഅലൂം അറിയപ്പെട്ട ദിവസം എന്നവിടെ വിശേഷിപ്പിച്ചിട്ടുകയാണ്. തഫ്സീർ ജലാലിനോട് ഗുണായി യൗമുൽ ഖിയാമ ഏതാണ്? ലി വക്തി യൗമിൻ മഅലൂം ഐ യൗമിൽ ഖിയാമത്തി അന്ത്യനാൾ ദിവസമാണ്. ഈ അന്ത്യനാൾ ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടാൻ വേണ്ടി അള്ളാഹു ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാകും. ആ സമയത്തേക്ക് മറ്റേ ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ചു പോയ മനുഷ്യരാണെങ്കിലും അവസാന കാലഘട്ടത്തിൽ ജീവിച്ചു പോയ മനുഷ്യരാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് കൂടപ്പെടുന്നതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലോകം അവസാനിക്കുന്ന സമയത്ത് ആരൊക്കെയുണ്ടോ ജീവിച്ചിരുന്നവർ അവരെല്ലാം മരണപ്പെട്ടു പോകും. ലോകം അവസാനിക്കുമ്പോൾ അവർ വരെയുള്ള എല്ലാവരും പുനർജീവിപ്പിക്കപ്പെട്ടുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ച ഒരു ദിവസത്തിൽ ഒരു സമയത്ത് ഒരുമിച്ച് കൂടുന്നതാണ് എന്നുള്ളത്. അപ്പോലെ മജ്മുഊന ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ് ഇലാ മീഖാത്തി ഇലാ വക്തി ഒരു സമയത്ത് എന്നാണ്. യൗമിൻ മഅലൂം അറിയപ്പെട്ട ദിവസം എന്നാണ് യൗമുൽ ഖിയാമ. ഇവിടെ തന്നെ എന്താ അറിയപ്പെട്ട നേരെ യൗമുൽ ഖിയാമയിൽ ഒരുമിച്ച് കൂടും എന്ന് പറയാതെ യൗമു മഅലൂമിൽ ഒരുമിച്ച് കൂട്ടും എന്ന് പറയുന്നത് തഫ്സീർ വസീത്തോടെ പറയുന്നുണ്ട്. വസഫഹു സുബ്ഹാനഹു ബി അന്നഹു മഅലൂം ആ ദിവസം അറിയപ്പെട്ട ദിവസമാണ് എന്ന് പറഞ്ഞതിൽ ശരി അറിയിക്കാൻ വേണ്ടി അത് അള്ളാഹു നിർണയിച്ച ഒരു സമയമാണ്, സംഭവിക്കാൻ പോകുന്ന ഒന്നാണ്, സംഭവിക്കുമെന്നതിൽ സംശയമില്ല. കാരണം മഅലൂം എന്ന് അറിയപ്പെട്ട നിർണയിക്കപ്പെട്ട നിസ്സംശയം സംഭവിക്കുന്ന ഒരു ദിവസമാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി, അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ എന്നാൽ എന്തുണ്ട്, എന്നാൽ നമ്മളോട് പറയാം ലാക്കിൻ ഫിൽ വഖ്തില്ലദി യശാഉ തആല അല്ലാഹു തആല എപ്പോഴാണ് ഉദ്ദേശിക്കുന്നത് ആ സമയത്ത്, വഖ്തറു അല്ലാഹു എപ്പോഴാണ് തിരഞ്ഞെടുക്കുന്നത്, അന്ത്യനാൾ എപ്പോൾ സംഭവിക്കും എന്നുള്ളത് സുവർണ്ണ കാലത്തിൽ രണ്ടാമത് ഊതിയിട്ട് അള്ളാഹു എല്ലാവരെയും പുനർജീവിപ്പിക്കുന്ന എപ്പോഴാണ് എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ എന്നുള്ളത്. അപ്പോൾ യൗമും മഅലൂമാണ്, അറിയപ്പെട്ട ദിവസമാണ്, ഫിക്സ്ഡ് ആയ ദിവസമാണ്, അള്ളാഹുവിന് അറിയാം അത്, എന്നാൽ അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതും അതുണ്ട്. അപ്പോൾ ലമജ്മുഊന ഇലാ മീഖാത്തി യൗമിൻ മഅലൂം അറിയപ്പെട്ട ഒരു ദിവസത്തെ ഒരു സമയത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. എന്നിട്ടോ നബി അവരോട് പറഞ്ഞു കൊടുക്കുക, ഇന്നൽ അവ്വലീന ആദ്യകാലത്ത് ജീവിച്ചവരും വല്ലാഖിരീന അവസാന കാലത്ത് ജീവിക്കുന്നവരും ലമജ്മുഊൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് ഇലാ മീഖാത്തി യൗമിൻ മഅലൂം അറിയപ്പെട്ട ഒരു ദിവസത്തെ ഒരു സമയത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. സുമ്മ ഇന്നക്കും അയ്യുഹല്ലാലൂനൽ മുക്കദ്ദിബൂൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു പറഞ്ഞവിടെ നിർത്തല്ല, ഇന്നക്കും നിങ്ങൾ, സുമ്മ പിന്നെ ഇന്നക്കും നിങ്ങൾ അയ്യുഹല്ലാലൂൻ വഴിപിഴച്ചവരെ, അൽ മുക്കദ്ദിബൂൻ കളവാക്കുന്നവരെ, നിങ്ങൾ ലആകിലൂന മിൻ ഷജറത്തിൻ മിൻ സഖൂം മരത്തിൽ നിന്ന് ഭക്ഷിക്കുന്നതാണ്. എൻ്റെ ഇടയിൽ ഈ അന്ത്യനാളിൻ്റെ കാര്യം പറയുന്നിടത്ത് ഖുർആനിൽ പല ഭാഗങ്ങളിലായിട്ട് പല ഭാഗങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഒരുമിച്ച് കൂട്ടും, പിന്നെ അതിൽ വിചാരണ ഉണ്ടാകും, നരകത്തിലേക്ക് എറിയലുണ്ടാകും, നരകത്തിലേക്ക് എറിയപ്പെട്ടതിന് ശേഷം അവിടുന്ന് ഒന്നും കിട്ടാതെ വിശക്കുന്ന സമയത്ത് സഖൂം മരത്തിൽ നിന്ന് ഭക്ഷിക്കലും നടക്കും. അതാണ് പറയുന്നത്. സുമ്മ ഇന്നക്കും പിന്നെ നിങ്ങൾ അയ്യുഹല്ലാലുൻ വഴിപിഴച്ച ആളുകളെ, ഹിദായത്തിലായ ആളുകളല്ല, ഹിദായത്തിലായ ആളുകൾക്ക് സ്വർഗമാണ്, വഴിപിഴച്ച ആളുകൾക്ക് നരകം. അൽ മുക്കദ്ദിബുൻ കളവാക്കി അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും പരിശുദ്ധ ദീനിനെയും ഖുർആനെയും കളവാക്കിയ ആളുകളെ ആ കളവാക്കിയ കാരണത്താൽ ആക്കിലൂന നിങ്ങൾ ഭക്ഷിക്കുന്നതാണ് മിൻ ഷജരി മരത്തിൽ നിന്ന്, മിൻ സഖൂം മരത്തിൽ നിന്ന്. ആക്കിലൂന മിൻ ഷജരി മിൻ സഖൂം എന്നുള്ളടത്ത് ബയാനുൽ ഷജരി മിൻ ഷജരി മരത്തിൽ നിന്ന് അറിയുമ്പോൾ ഏത് മരവും അതിനെ വിശദീകരിച്ചതാണ് മിൻ സഖൂം മരത്തിൽ നിന്ന് ആ ഷജറിനെ വിശദീകരിച്ചതാണ്. അവിടെ തഫ്സീറുൽ വസീത്ത് എടുത്ത് പറയുന്നുണ്ട്, വശജറു സഖൂം എന്നുള്ളത് ലാ വജൂദ ലഹു ഫി ദുനിയാവിൽ നിലവിലില്ലാത്തൊരു മരമാണത്. കാരണം നരകത്തിൽ വളരുന്ന മരമാണ്. നരകത്തിൽ വളരുക എന്ന് പറയുമ്പോൾ തീയിൽ വളരുന്ന മരമായിരിക്കണം. ഇവിടുത്തെ നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന മരങ്ങളുടെ പ്രത്യേകത തീയിൽ കരിഞ്ഞു പോവുക എന്നുള്ളതാണ്.
അതുകൊണ്ട് ലാ വുജൂദ ലഹു ഫി ദുനിയ, ദുനിയാവിൽ നിലവിലില്ലാത്തതാണ്. വഇന്നമാ യഖ്ലുഖുഹു അല്ലാഹു തആല ഫിന്നാരി, അള്ളാഹു നരകത്തിൽ അത് സൃഷ്ടിക്കുന്നതാണ്. കമാ യഖ്ലുഖു ഗൈറഹു, മറ്റുള്ളതിനൊക്കെ സൃഷ്ടിക്കുന്നത് പോലെ, മിൻ അസ്നാഫിൽ അദാബി, വ്യത്യസ്ത തരം ശിക്ഷകൾ നരകത്തിലെത്തുന്ന സമയത്ത്. പിന്നെ കൽ ഹയ്യാത്തി, പാമ്പ് പോലെ, വല്ല ഖാരിബി, തേള് പോലെ. നരകത്തിലെത്തുന്ന സമയത്ത് അവിടെ തെറ്റ് ചെയ്ത ആളുകളെ ശിക്ഷിക്കാൻ വേണ്ടി പാമ്പും തേളും പലതും ഉണ്ട്. അത് കരിഞ്ഞു പോകൂലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നരകത്തിന് വേണ്ടി അള്ളാഹു പ്രത്യേകം സൃഷ്ടിക്കുന്നതാണ് എന്നതുപോലെ ഈ മരത്തെയും അള്ളാഹു അവിടെ സൃഷ്ടിക്കുന്നതാണ് എന്നാണ് ഒരു അഭിപ്രായമുള്ളത്. അപ്പോൾ നിങ്ങൾ സക്കൂം മരത്തിൽ നിന്ന് ഭക്ഷിക്കുന്നതാണ്. ഫമാലി ഊന മിൻഹൽ ബുത്തൂൻ, അതിൽ നിന്ന് നിങ്ങൾ വയറ് നിറക്കുന്നതാണ്. മല എന്ന് പറഞ്ഞാൽ നിറച്ചു. ഫമാലി ഊന, നിങ്ങൾ നിറക്കുന്നതാണ്. മിൻഹ, അതിൽ നിന്ന് അൽ ബുത്തൂൻ, വയറുകളെ. അവ വിശപ്പ് കാരണം നരകത്തിൽ തീയിൽ വളർന്നിരിക്കുന്ന ചുട്ടുപൊങ്ങുന്ന ആ ഒരു മരത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കും. മല നിറച്ചു. ഫമാലി ഊൻ, നിങ്ങൾ നിറക്കുന്നതാണ്. മിൻഹ, അതിൽ നിന്ന് അൽ ബുത്തൂന, വയറുകളെ. ബത്തിന്, ബുത്തൂന്, വയറ്. ഫമാലി ഉന മിൻഹാർ എന്ന് കഴിഞ്ഞാൽ മിനശ്ശജരി, ആ സഖൂം മരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വയറ് നിറയെ ഭക്ഷിക്കുന്നതാണ്. എന്നിട്ടോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം വെള്ളം കുടിക്കണ്ടേ? നരകത്തിലെവിടെ വെള്ളം ഉണ്ടോ? പക്ഷെ ആലിപൂന, നിങ്ങൾ കുടിക്കുന്നതാണ്. അലൈഹി, ആ ഭക്ഷിച്ചതിൻ്റെ മേലിൽ, മിനൽ ഹമീം, ശക്തമായ ചൂടുള്ള വെള്ളം. ഷാരിബുൻ അലൈഹനായി സഖൂം അൽ മൗക്കൂൽ, ഭക്ഷിക്കപ്പെട്ട സഖൂം മരത്തിന്റെ കൂടെ നിങ്ങൾ ഷരിബ, കുടിച്ചു. ഷാരിബ്, കുടിക്കുന്നവൻ. ഷാരിബൂന, നിങ്ങൾ കുടിക്കുന്നവരാകുന്നു. അലൈഹി, അതിന്റെ മേൽ തന്നെ സഖൂം അൽ മൗക്കൂൽ, ഭക്ഷിക്കപ്പെട്ട സഖൂം മരത്തിന്റെ മേലിൽ എന്ത് കുടിക്കും? മിനൽ ഹമീം, നരകത്തിലുള്ള വെള്ളമാണ്. അതിശക്തമായ ചൂടുള്ള വെള്ളത്തിനാണ് ഹമീം എന്ന് പറയുന്നത്. അപ്പൊ കഠിനമായ ചൂടുള്ള വെള്ളവും കുടിക്കും എന്നാണ് അവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് അവർ ഇങ്ങനെ ശരിക്ക് കഠിനമായ ചൂടുള്ളത് കുടിക്കാൻ കഴിയൂല, പക്ഷേ വെള്ളം കിട്ടാതാകെ പ്രയാസപ്പെടുന്ന സമയത്ത് നിർബന്ധിതരായിട്ട് അത് കുടിക്കേണ്ടി വരും, അതോടുകൂടെ വയറാകെ നശിച്ചു പോകും എന്ന് പറയുന്ന വിശദീകരണം. അതും എങ്ങനെ കുടിക്കുക? ഫശാരിബൂന ഷുർബൽ ഹീം, ദാഹിക്കുന്ന ഒട്ടകം കുടിക്കുന്ന പോലെ കുടിക്കും. ഫശാരിബു, നിങ്ങളത് കുടിക്കുന്നതാണ്. ഷുർബൽ ഹീം, ഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാഹിക്കുന്ന ഒട്ടകം, അത് കുടിക്കുന്നത് പോലെ കുടിക്കുന്ന. ഫശാരിബൂന, ഷുർബ എന്നുള്ളത് ഫതഹിഷിനി വല്ലമ്മിഹ, ഷർബൽ ഹീം, ഷുർബൽ ഹീം എന്ന് വന്നിട്ടുണ്ട്, മസ്തറാണത്. അൽ ഹീം എന്ന് പറയുന്നത് അൽ ഇബലുൽ ഇത്താഷ്, ദാഹിക്കുന്ന ഒട്ടകാണ്. ഹീം എന്നുള്ള ജമ്മു ഹൈമാൻ, ഹൈമാനിന്റെ ജമ്മാണ് ഹീം. ലിദ്ദക്കരി, പുരുഷന്മാർക്ക് ഹൈമാൻ, ഹീം എന്ന് പറയും. പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഹൈമ എന്ന് പറയും, ലിലുൻസ, സ്ത്രീ പെണ്ണൊട്ടകങ്ങൾക്ക്. ഏതുപോലെ അത്തിഷാൻ, അത്തിഷ എന്ന് പറയുന്നത് പോലെ ഹൈമാൻ, ഹൈമ, അതിന്റെ ജമ്മാണ് ഹീം എന്ന് വരുന്നത്. ആ ദാഹിക്കുന്ന ഒട്ടകം എന്നുള്ളത് അവിടെ വിശദീകരിക്കുന്ന ചില തഫ്സീറുകളിലൊക്കെ പറയുന്നുണ്ട്. ഈ ഒട്ടകത്തിന്റെ ദാഹം എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടകത്തിന് വരുന്നൊരു രോഗമാണ് എന്നാണ്. വയറിൽ എത്ര വെള്ളം കുടിച്ചാലും ദാഹിക്കുന്നുണ്ട് എന്ന് തോന്നും, അത് വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കും. ആ കുടി അതിന് വിട്ട് പോയാലും വയറിന് ഒരു അസുഖം ബാധിച്ചത് കാരണമായിട്ട് കുടിച്ചു എന്ന് അനുഭവപ്പെടില്ല, അതിൻ്റെ മേലെ വീണ്ടും കുടിച്ചാൽ അങ്ങനെ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. അതായത് കുടിച്ച് കുടിച്ച് നശിച്ചാണ് പോകുന്നതിനാണ് അങ്ങനെ പിന്നെ ഒട്ടകത്തിന്റെ ആ ഒരു അതിരില്ലാത്ത ദാഹിക്കുന്ന കുടി എന്ന് പറയാറുള്ളത്. അപ്പോൾ വയറിനൊരു അസുഖം ബാധിച്ച് വീണ്ടും കുടിച്ചാൽ കുടിച്ചു എന്ന് തോന്നൂല, വീണ്ടും കുടിച്ചു, വീണ്ടും കുടിച്ചു, വീണ്ടും കുടിച്ചിട്ട് അങ്ങനെയാണ് നശിച്ചു പോകും. അത് എന്നതുപോലെ കഠിനമായ ചൂടുള്ള വെള്ളം കുടിച്ച് വീണ്ടും കുടിച്ചതിൻ്റെ കുടിക്കുന്നതോടുകൂടെ ആ ശക്തമായ ചൂട് കൊണ്ട് വയറ് ആകെ ഉരുകിപ്പോകും, വെന്തുപോകും എന്നുള്ളത്. ഇത്ര പറഞ്ഞിട്ട് ഹാദ നുസുലുഹും യൗമദ്ദീൻ, അന്ന് വിചാരണാ ദിവസത്തിൽ നന്മ തിന്മകൾക്ക് പ്രതിഫലം നൽകുന്ന ആ ദിവസത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കി വെച്ചത് ഇതാണ് എന്നുള്ളത്. നസീൽ എന്ന് പറഞ്ഞാൽ അതിഥി എന്നാണ്. നുസുൽ എന്ന് പറഞ്ഞാൽ അതിഥികൾക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള പാർപ്പിടവും പിന്നെ ഭക്ഷണത്തിനൊക്കെയാണ് നുസുൽ എന്ന് പറയാം. ഹാദാ നുസുലുഹും എന്നുള്ള തഫ്സീർ ജലാലിനി, മാ ഉഇദ്ദ, അവർക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെടുക. അദ്ദ, തയ്യാർ ചെയ്തു. ഒഇദ്ദ എന്ന് പറഞ്ഞാൽ തയ്യാർ ചെയ്യപ്പെട്ടു. മഅുദ്ദലഹും, അവർക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടത് ഇതാകുന്നു. യൗമദ്ദീനി, പ്രതിഫല ദിവസത്തിൽ. അതായത് അള്ളാഹു പ്രതിഫലം നിൽക്കുന്നത് യൗമുൽ ഖിയാമ. യൗമുൽ ഖിയാമയിൽ വരുന്ന സമയത്ത് ഇവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള
ഉം, താമസവും ഭക്ഷണവും ഇതാണ്. നരകവും നരകത്തിലെ സഖൂം മരവും ഹമീം എന്നുള്ള അതിശക്തമായ ചൂടുള്ള വെള്ളവും ഇതാണ്. നുസുൽ എന്ന് പറഞ്ഞാൽ അവിടെ വസീത്തോടെ കൊടുക്കണം. മാ യു അദ്ദുൽ ലൈഫിന, അതിഥികൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെടുന്ന അതാണ്. മീൻ മൻസിലിൻ ഹസനിൻ, നല്ല വീട്, മക്കലിൻ ഹസനിൻ, നല്ല ഭക്ഷണവും. അപ്പൊ നല്ല ഭക്ഷണവും നല്ല വീട് ഒരുക്കുന്നതിനാണ് നുസുൽ എന്ന് പറയാനുള്ളത്, ലിക്രാമി അതിഥികളെ ബഹുമാനിച്ചുകൊണ്ട്. പക്ഷെ ഇവിടെ അള്ളാഹു അതും അവരെന്ത് ചെയ്യാണ്, ഹാദാ നുസുലുഹും, നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയത് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും അവർ ചെയ്ത തെറ്റിന്റെ ഒരു പരിഹാസം കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ഒന്ന് വേദനിപ്പിക്കൽ കിടക്കുന്നുണ്ട്. അള്ളാഹു ചോദിക്കാണ്, നഹ്നു ഖലഖനാക്കും, നിങ്ങളെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചത് ഞാനാണ്. ഫലൗലാ തുസദ്ദിഖൂൻ, എന്നാൽ നിങ്ങളെ ഞാൻ പുനർജീവിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വസിച്ചുകൂടെ എന്നാണ്. ഏ, നിങ്ങളെ തീരെ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒരു വട്ടം സൃഷ്ടിച്ചെടുത്തത് ഞാനാണ്. എനിക്കിപ്പോൾ നിങ്ങൾ മരിച്ചുപോയാൽ ഒന്ന് പുനഃസൃഷ്ടിക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് വിശ്വസിച്ചുകൂടെ എന്ന്. ഇപ്പോൾ ഒരു തവണ ഉണ്ടാക്കിയ ഒരാൾക്ക് അത് റീക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പുനഃസൃഷ്ടിക്കാൻ വേണ്ടി, അതൊന്ന് മടക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇല്ലായ്മയിൽ നിന്ന് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു. നഹ്നു ഖലഖനാക്കും, ഇവിടെ തഫ്സീർ ഔജദ്നാക്കും മിൻ അദമിൻ, ഇല്ലായ്മയിൽ നിന്ന്, അത് പറഞ്ഞ ഇല്ലായ്മ, ഇല്ലായ്മയിൽ നിന്ന് നിങ്ങളെ ഞാൻ ഔജദ സൃഷ്ടിച്ചു. ഫലൗല ഹല്ലാ തുസദ്ദിഖൂന ബിൽ ബഅസി, പുനർജീവിതം കൊണ്ട് വിശ്വസിച്ചുകൂടെ നിങ്ങൾക്ക്? ഫസ്റ്റ് ടൈം നിങ്ങളെ സൃഷ്ടിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊന്ന് രണ്ടാമത് സൃഷ്ടിക്കാൻ എന്താണ് പണിയുള്ളത്? നമുക്കൊക്കെ ബോധ്യപ്പെടുന്ന ഒരു ചോദ്യമാണത്. ഭൂമിയിൽ നമ്മൾ എന്തെല്ലാം ഉപകരണങ്ങളുണ്ട്, അത് ഒരു വട്ടം കണ്ടുപിടിക്കൽ പ്രശ്നമാണ്. കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഒന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പികൾ ഉണ്ടാക്കാൻ, അത് പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ എന്തെങ്കിലും പണികളുണ്ടോ? ഏ, ഒരു സാധനം ഉണ്ടാക്കിയത് മനോഹരമായിട്ട് അതിനെ അഴിച്ച് ഫുള്ള് അഴിച്ച് മുന്നിൽ കിട്ടുക, എന്നാൽ ആദ്യം ഉണ്ടാക്കിയ ആൾക്ക് വീണ്ടും അതിങ്ങനെ ആ ഓരോ മെഷീനറീസും ഒക്കെ മറ്റേ സംഘടിപ്പിച്ചുകൊണ്ട് കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു വാച്ച് അല്ലെങ്കിൽ ഒരു മൊബൈല് കണ്ടുപിടിച്ച ഒരാളുടെ മുമ്പിൽ നിങ്ങൾ അതിൻ്റെ പാർട്സും ഡിസ്പ്ലേയും പിന്നെ ബോർഡും ഓരോന്നും വേറെടുത്ത് ഇട്ട് കൊടുത്ത് നോക്കിയും, ഉണ്ടാക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം 5 മിനിറ്റ് കൊണ്ട് അത് പഴയ സ്ഥലത്തേക്ക് തന്നെ മടക്കി വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന രീതിയിലാക്കി തരും. കാരണം എന്താണ്, അയാൾ ആദ്യം സൃഷ്ടിച്ചപ്പോൾ അതിൽ എന്തൊക്കെയാണ് എന്നെല്ലാം അറിഞ്ഞു മനസ്സിലാക്കി. അപ്പൊ നമ്മളുടെ ആ ഒരു ബുദ്ധിതലത്തിലേക്ക് ഉയർന്നുകൊണ്ട് അള്ളാഹു ചോദിക്കുകയാണ്, നമ്മളുടെ ഒരു നിലവാരത്തിലേക്ക് ഒന്നുകൊണ്ട്. ഇപ്പൊ നിങ്ങളൊക്കെ ഒരു സാധനം ഉണ്ടാക്കിയ സാധനം പിന്നെ അഴിച്ചിട്ട് ഞങ്ങൾക്ക് വീണ്ടും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, ഒരു വട്ടം ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ ഒന്നും കൂടി സൃഷ്ടിക്കുക എന്നുള്ളത് എനിക്ക് പണിയുള്ള പ്രയാസമുള്ള കാര്യമാണോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഹലക്കനാക്കും ഔജദനാക്കും പിന്നെ അത് പിന്നെ ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങൾ സൃഷ്ടിച്ചു. ഫലൗല തുസദ്ദിഖൂന ബിൽ ബഅസി, പുനർജീവിക്കുക എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൂടെ? ഇത് കാരണം അൽ ഖാദിറു അലൽ ഇൻഷാഇ, പുതുതായി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാള്, ഖാദിറുൻ അൽ ഇആദതി, അതിനെ പുനർനിർമ്മിക്കാൻ കഴിയുള്ളവനാണ്. ആദ്യം ഒന്ന് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ആ ഉണ്ടാക്കിയ ആൾക്ക് അതിനെ പുനർജീവിപ്പിക്കാൻ, പുതുതായി ഉണ്ടാക്കാൻ, ഒന്നുകൂടി ഉണ്ടാക്കാൻ വേണ്ടിയും ഉണ്ടാക്കാനും കഴിയുന്നതാണ് എന്ന് പറയാം. എന്നിട്ട് അള്ളാഹു സൃഷ്ടിപ്പിന്റെ ഇടയ്ക്ക് ഒന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാണ്, ശ്രദ്ധ കൊണ്ടുപോകണം. നിങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നുള്ളത്. അഫർ ഐത്തും മാത്തുംനൂൻ, അഫർ ഐത്തും, നിങ്ങൾ കാണുന്നില്ലേ, മാ തുംനൂൻ, നിങ്ങൾ മനിയ് നിക്ഷേപിക്കുന്നത്, തുരീഖൂന മിനൽ മനിയ് ഫി അർഹാമിൻ നിസാഇ, അർഹാം എന്ന് പറഞ്ഞാൽ ഗർഭാശയം എന്നാണ്. സ്ത്രീകളുടെ ഗർഭാശയത്തിൽ മനിയിൽ നിന്ന്, ബീജത്തിൽ നിന്ന് നിങ്ങൾ വിട്ടേക്കുന്നത്, തുരീഖുന, അറാഖാറിന് കഴിഞ്ഞാൽ പിന്നെ അറാഖദ്ദുമു എന്ന് പറയും, കണ്ണുനീരൊഴുക്കി എന്നൊക്കെ അർത്ഥത്തിലാണ്. അപ്പോ പിന്നെ തുരീഖൂന മിനൽ മനിയി, ബീജത്തെ നിങ്ങൾ വിട്ടേക്കുന്നത്, ഫി അർഹാമിൻ നിസാഇ, സ്ത്രീകളുടെ ഗർഭാശയത്തിൽ, അത് നിങ്ങൾക്കറിയില്ലേ? അന്തും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, അന്തു നിങ്ങളാണോ, തഖ്ലുഖൂനഹു അതിനെ സൃഷ്ടിക്കുന്നത്, അം നഹ്നുൽ ഖാലിഖൂൻ അതേ നാം ആണോ സൃഷ്ടിക്കുന്നത് എന്നുള്ളത്. ബീജം എത്രയോ ഗർഭാശയത്തിൽ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഗർഭാശയത്തിന്റെ വഴിയിലേക്ക് ഉള്ളിട്ട് സഞ്ചരിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹു ഒരാളെ സൃഷ്ടിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്താണ് കുഞ്ഞ് ജന്മമെടുക്കുന്നത്. അള്ളാഹു തീരുമാനിച്ചിട്ടില്ലെങ്കിൽ എത്രയോ കേസുകൾ നമ്മൾക്ക് ഉണ്ടാവാറുണ്ട്. കുട്ടികളൊക്കെ ആവേണ്ട സമയമായിട്ടും ആവാത്ത ആളുകൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യും. രണ്ടാൾക്കും പ്രശ്നങ്ങളൊന്നുമില്ല, കാത്തിരുന്നോളൂ അത് ശരിയാകും എന്ന് പറയും. എന്തുകൊണ്ടാണത്?
രണ്ടാളുടെ ഏതെങ്കിലും കൗണ്ടുകൾ കുറവാണെങ്കിൽ അവർ പറയും കൗണ്ട് കുറവുണ്ട്, കൂടാനുള്ള മരുന്നുകൾ എന്തെങ്കിലും നിർദ്ദേശിക്കും. അതേസമയം പല ചെക്കിങ്ങുകളിൽ പറയാം രണ്ടാൾക്കും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവര് മാസങ്ങളും വർഷങ്ങളും എന്ത് ചെയ്യേണ്ടി വരുന്നത്, കാത്തിരിക്കാറുണ്ട്. ഉണ്ടാവാറുണ്ട്, ഉണ്ടാവാതിരിക്കാറുണ്ട്. അപ്പോൾ അന്തും തഖ്ലുഖൂനഹു, നിങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്നുണ്ടെങ്കിൽ നബിനങ്ങൾക്ക് ആ ഒരു എല്ലാം ഓക്കെയാണ് എന്നിട്ട് കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ലല്ലോ. അം നഹ്നുൽ ഖാലിഖൂൻ, അല്ലാഹു ശരിക്കും അതോ നാം ആണ് സൃഷ്ടിക്കുന്നത്. ആ അന്തും എന്നുള്ളിടത്ത് രണ്ട് ഹംസ വരുന്നുണ്ട്, ബി തഹ്ഖീഖിൽ ഹംസത്തൈനി, രണ്ടിനെയും കൃത്യമായിട്ട് ഉച്ചരിച്ചിട്ട്. അപ്പോൾ ഇബ്ദാലി സാനിയത്തെ അലിഫ് രണ്ടാമത്തിന് അലിഫായി മറിച്ചിട്ട്, ഒത്തസീലിയ സഹിലായിട്ട് ഉച്ചരിച്ചുകൊണ്ട്, ഇദ്ഖാലി അലിഫിൻ ബൈനൽ മുസഹലത്തി വല്ലുഖറ, തഹ്ഖീഖായി ഉച്ചരിക്കുന്നതിനും മുസഹലായിട്ട് ഉച്ചരിക്കുന്നതിനും ഇടയിൽ അലിഫ് ചേർത്തുകൊണ്ട്, വത്തർക്കി അലിഫ് ഉപേക്ഷിച്ചുകൊണ്ട്, തെർക്കിഹി ഫി മവാദിഇൽ ഉഖറ, മറ്റുള്ള സ്ഥലത്ത് ഉപേക്ഷിച്ചുകൊണ്ടൊക്കെ ഖിറാഅത്തുകൾ പല രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. തഖ്ലുഖൂനഹു, അന്തും തഖ്ലുഖൂനഹു, തഖ്ലുഖൂനഹു പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിക്കുന്നവർ, ഐ അൽ മനീയ, ആ ബീജത്തെ എന്തായി സൃഷ്ടിക്കുക, ബഷറൻ മനുഷ്യനായി സൃഷ്ടിക്കുന്നത് നിങ്ങളാണോ എന്നുള്ളത്. അന്തും തഖ്ലുഖൂനഹു, ഐ അൽ മനീയ, ബീജത്തെ ബഷറൻ മനുഷ്യനായി കുഞ്ഞായി മാറ്റുന്നത് നിങ്ങളാണോ. നിങ്ങളുടെ റോള് എന്ത് ചെയ്യുക എന്നുള്ളതുള്ളൂ, ബീജത്തെ വിട്ടേക്കുക എന്നേ ഉള്ളൂ. പിന്നീട് അത് ഗർഭാശയത്തിലെത്തി അതിനെ കുഞ്ഞായിട്ട് മാറുന്ന ആ പ്രോസസ്സുകളിലേക്ക്, ഘട്ടങ്ങളിലേക്ക് കടക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ കാര്യമാണ്. അവിടെ അൽ വസീത്തിൽ അവിടെ കൊടുക്കുന്നത് മാ തുമ്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ അഖ്ബിറൂനി, എന്നോട് പറഞ്ഞു തരിക. അവർ അയ്യുഹൽ മുശ്രിക്കുനെ, ബഹുദൈവ വിശ്വാസികളെ, അമ്മാ തുസുബൂനഹു വ തഖ്ദുഫൂനഹു മിനൽ മനീയ്, സബ്ബാറിനെ ചൊരിയുക എന്നാണ്, നിങ്ങൾ എറിയുന്ന അല്ലെങ്കിൽ ചൊരിയുന്ന മനീയ് ഫി അർഹാമിൻ നിസായി, ഭാര്യമാരുടെ ഗർഭാശയത്തിൽ വരുന്നത്, അന്തും തഖ്ലുഖൂനഹു മാ തംനൂനഹു മിനൻ നുത്ഫി അലഖൻ, ഫമുൽഗൻ, മാംസപിണ്ഡമായിട്ടും രക്തപിണ്ഡമായിട്ടും ഒക്കെ ആ നുത്തുഫത്തിനെ, മനീയിനെ മാറ്റി സൃഷ്ടിപ്പിലേക്ക് തുടങ്ങുന്നത് നിങ്ങളാണോ, അം നഹ്നു, അതോ ഞാനാണോ, അല്ലദീ ഖലഖനാ ദാലിക, നാമാണ് അത് സൃഷ്ടിച്ചത്. എത്രയോ ഓരോ ഒരു തവണ പുറത്തു വരുന്ന സമയത്ത് അതിൽ തന്നെ എത്രയോ അളവില് ബീജങ്ങളുണ്ട്. അതിൽ നിന്നൊരു ബീജമാണ് പിന്നെ അണ്ഡവുമായിട്ട് സങ്കലനം നടക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ആ പ്രോസസ്സിന് ആവശ്യമില്ല. പകരം ഈ ഒന്നിനെ സെലക്ട് ചെയ്തുകൊണ്ട് അതിനെ കുഞ്ഞാക്കി മാറ്റുന്നത്, ഒരു കുഞ്ഞു പ്രത്യേകിച്ച് അലക്കത്ത്, മാംസപിണ്ഡമാക്കുന്നത്, ഫമുലകത്ത്, പിന്നെ അലക്ക പറഞ്ഞ രക്തപിണ്ഡമാക്കുന്നത്, ഫമുലകത്ത് മാംസപിണ്ഡമാക്കുന്നത്, ഇതൊക്കെ ആരാണ്? അള്ളാഹുവാണ്. അതിനുശേഷം റൂഹ് ഊതുന്നത് അള്ളാഹുവാണ്. എത്ര കാലം ജീവിക്കണം പോലത്തെ അതിൻ്റെ കാര്യങ്ങൾ നിർണ്ണയിക്കുന്നവൻ അള്ളാഹുവാണ്. സമയമാകുന്ന സമയത്ത് കുഞ്ഞായി ജനിപ്പിക്കുന്നവനും അള്ളാഹുവാണ്. അന്തും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, നാമാണോ സൃഷ്ടിക്കുന്നത് അതോ നിങ്ങളാണ്? അം നഹ്നുൽ ഖാലിഖൂൻ എന്ന് ചോദിച്ചിട്ട്, നഹ്നു ഖദ്ദർനാ ബൈനക്കുമുൽ മൗത്ത്, നഹ്നു നാം, ഖദ്ദർനാ ബൈനക്കും നിങ്ങൾക്ക് കണക്കാക്കിയിട്ടുണ്ട്, അൽ മൗത്ത മരണത്തെ. അപ്പോ 4 മാസമായിട്ട് റൂഹ് ഊതുന്ന സമയത്ത് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടാകും ഈ കുഞ്ഞ് എത്ര വർഷം ജീവിക്കണം എന്നുള്ളത്. അൽ മൗത്ത മരണം നിങ്ങൾക്ക് കണക്കാക്കിയിട്ടുണ്ട്. വമാ നഹ്നു ബിമസ്ബൂഖീൻ, നാം അശക്തരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളേക്കാണ് അല അൻ തുബദ്ദില അംസാലക്കും എന്നുള്ള ആയത്തിലേക്കാണ്, അടുത്തുള്ള ആയത്തിലേക്കാണ് അതിന്റെ ബന്ധം. നിങ്ങളെ മാറ്റിക്കൊണ്ട് മറ്റൊരു വിഭാഗത്തെ ഇവിടെ കൊണ്ടുവരുന്നത് തൊട്ട് ഞാൻ അശക്തനല്ല എന്നാണ്. ഞാനോ ഖദ്ദർന ബൈനക്കും, നിങ്ങൾക്കിടയിൽ നാം കണക്കാക്കിയിട്ടുണ്ട് എന്നുള്ള, ഖദ്ദർന എന്നുള്ളിടത്ത് തഫ്സീർ ജലാലിനി ബി തശ്ദീദി വ തഖ്ഫീഫി, ഖദ്ദർനാന്നും ഖദർന എന്നുണ്ട്, രണ്ടും കണക്കാക്കി എന്നുള്ള അർത്ഥം. ബൈനക്കും നിങ്ങൾക്ക് അൽ മൗത്ത മരണം കണക്കാക്കിയിട്ടുണ്ട്. വമാ നഹ്നു ബി മസ്ബൂഖീൻ, വമാ നഹ്നു നാം അല്ല, ബി മസ്ബൂഖീൻ, ബി ആജിസീൻ അശക്തനല്ല. എന്നതിനോട്ട് അശക്തനല്ല. അടുത്ത ആയത്ത് അനുബദ്ധില, മാറ്റിമറിക്കാന്, നിങ്ങളത് പറഞ്ഞയച്ചിട്ട് വേറൊരു ടീമിനൂടെ കൊണ്ടുവരിക, ഭൂമിയിൽ കൊണ്ടുവരിക എന്നുള്ളത് തൊട്ട് അശക്തരല്ല. അവിടെ ഇതിലവിടെ കൊടുക്കുന്നത് നഹ്നു വജദ്നല്ലദീന ഖദ്ദർന, നഹ്നു വഹ്ദന, നഹ്നു വഹ്ദന, നാം ഒറ്റക്കാണ്, നാം ഒറ്റക്ക് തീരുമാനിച്ചാണെന്ന് അർത്ഥം. അല്ലാതെ ഈ ഖദ്ദർന ലി മൗത്തിക്കും ആജാല, ഖദ്ദർന കണക്കാക്കിയവൻ നാം ഒറ്റക്കാണ്, ലി മൗത്തിക്കും നിങ്ങളുടെ മരണത്തിന്, ആജാലൻ മുഖ്തലിഫത്തൻ വ്യത്യസ്ത അജലുകൾ.
അപ്പോൾ എല്ലാവരും 60-ാമത്തെ വയസ്സിൽ മരിക്കാന്നുണ്ടോ? എല്ലാവരും 70-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 63-ാമത്തെ വയസ്സിൽ? അങ്ങനെയല്ല. ആജാലൻ മുഖ്തലിഫത്തൻ, വ്യത്യസ്ത അജലുകൾ. ആമാറെ മുത്തഫാവിത്തൻ, ഏറ്റ വ്യത്യാസമുള്ള ആയുസ്സുകൾ. ചില ആളുകൾ നേരത്തെ കാലത്ത് മരണപ്പെട്ടു പോകും. ചില ആളുകൾ ഒരുപാട് വയസ്സായി വാർദ്ധക്യത്തിലെത്തിയതിനു ശേഷം ഉണ്ടാവുക. അതൊക്കെ ആരെ കണക്കാക്കിയത്? അള്ളാഹുവാണ്. നാം എന്തിനോട് അശക്തനല്ല. അല അനുബദ്ധില അംസാലക്കും, അല്ല അനുബദ്ധില, നാം മാറ്റിമറിക്കാൻ, ഇങ്ങോട്ട് ആക്കാൻ, അംസാലക്കും, നിങ്ങളെ പോലത്തെ ഒരു ടീമിനെ മക്കാനക്കും, നിങ്ങളുടെ സ്ഥാനത്ത് പിന്നെ മറ്റൊരു ടീമിനെ പകരം വെക്കാൻ അതിനെ തൊട്ടും ഞാൻ അശക്തനല്ല. വനുൻഷിയാക്കും, നിങ്ങളെ സൃഷ്ടിക്കാൻ എങ്ങനെ? ഫിമാ ലാ തഅലമു, നിങ്ങൾക്കറിയാത്ത രൂപത്തിൽ. നിങ്ങളെപ്പോഴും മനുഷ്യരായിട്ട് ഇങ്ങനെ നടക്കുന്ന നിങ്ങളെ ആ മരിപ്പിച്ചുകൊണ്ട് നിങ്ങളെ മറ്റൊരു ജീവിയായിട്ട് സൃഷ്ടിക്കാൻ, മറ്റൊരു രൂപത്തിൽ സൃഷ്ടിക്കാൻ, നിങ്ങൾ അറിയാത്ത മറ്റൊന്നിനെ പറഞ്ഞു. ജീവി രൂപം എന്നൊന്നും ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല. നിങ്ങൾ അറിയാത്ത, പ്രതീക്ഷിക്കാത്ത മറ്റൊന്നായി സൃഷ്ടിക്കാൻ തൊട്ടും നാം അശക്തനല്ല. അവിടെ തഫ്സീർ അല അൻ അന്നുബദ്ദില, ബദ്ദല ഇബദ്ദിലാണ് മാറ്റിമറിക്കുക. ഇവിടെ വെച്ചാൽ ആക്കുക. അംസാലക്കും, നിങ്ങളെ പോലത്തെ മറ്റൊരു പോലത്തതിനെ ആക്കുക. മക്കാനക്കും, നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളെ മാറ്റിക്കൊണ്ട് നിങ്ങളെ പോലത്തെ മറ്റൊരു ടീമിനെ കൊണ്ടുവരാൻ തൊട്ട് ഞാൻ അശക്തനല്ല. വനുൻഷിയക്കും, നിങ്ങളെ സൃഷ്ടിക്കുക. നഖ്ലുക്കും നടത്തും, നിങ്ങളെ സൃഷ്ടിക്കുക. ഫീ മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത ഒന്നിൽ സൃഷ്ടിക്കുക. അറിയാത്ത ഒന്ന് പറഞ്ഞാൽ മിനസ്സുവരി, രൂപത്തിൽ നിന്ന്. കൽക്കിറുതത്തി, കുരങ്ങന്മാരായിട്ട്. വെൽഖനാസിരി, പന്നികളായിട്ട്. അപ്പൊ നിങ്ങളുടെ ഈ മനുഷ്യരൂപം മാറ്റിയിട്ട് നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു ടീമിനെ കൊണ്ടുവരാനും, നിങ്ങളെ പോലത്തൊരു ടീമിനെ കൊണ്ടുവരാനും, നിങ്ങൾ അറിയാത്ത മറ്റൊന്നായിട്ട് മറ്റൊരു രൂപത്തിൽ സൃഷ്ടിക്കാനും അള്ളാഹു, അതിനെ തൊട്ടും ഞാൻ അശക്തനല്ല എന്ന് പറയാം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എളുപ്പമുള്ള കാര്യമാണ്. വലക്കത് അലിംതുമുൻ നശ്അത്തൽ ഊല, വലക്കത് അലിംതും, നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു, അൻ നശ്അത്തൽ ഊല, ഒന്നാമത്തെ സൃഷ്ടിപ്പ്. ഫലൗല തദക്കറൂൻ, ചിന്തിച്ചുകൂടെ എന്ന്. നിങ്ങളെ ആദ്യം സൃഷ്ടിച്ചത് നിങ്ങൾക്കൊപ്പം ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. ഉമ്മയുടെയും വാപ്പയുടെയും കല്യാണ ഫോട്ടോ മുതൽ ഇന്നെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് ഇത്രാമത്തെ വയസ്സിൽ ഞാൻ കുഞ്ഞായി ജനിച്ചു, അതിൽ നിങ്ങൾ മറ്റേ 1 വയസ്സായ ഫോട്ടോ, ഇന്നത്തെ കാലത്താണ് ഈ കുട്ടികളുടെ അടുത്തുണ്ടാവും. പ്രസവിച്ച സമയത്തുള്ള ഫോട്ടോ, 1 വയസ്സായ ഫോട്ടോ, 2 വയസ്സായ ഫോട്ടോ, 5 വയസ്സായ ഫോട്ടോ, 10 വയസ്സായ ഫോട്ടോ. നമ്മളതൊക്കെ ചിലപ്പോൾ ചില ആളുകൾ ഇത് ഉണ്ടായിന്ന് വരും. എതിർപ്പം എടുത്ത് നോക്കുന്ന സമയത്ത് ഇപ്പം ഞാനുണ്ട്. എന്നെ അള്ളാഹു എങ്ങനെ ഏതൊക്കെ മർഹലയിലൂടെ, ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നു പോയി എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇനി ഏതൊക്കെയാന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇതുവരെ കടന്നു പോയതിന്റെ പല ഘട്ടങ്ങളും ബുദ്ധി ഓർമ്മ വെച്ചതിന് ശേഷം നേരെ ഓർമ്മയുണ്ട്. അതിന്റെ മുമ്പത്തെ അവസ്ഥ മാതാപിതാക്കൾ പറഞ്ഞു തന്നതിരുന്നുണ്ടാവും. അവർക്ക് അലിം തുനിഷ്ടത്തിലൂല. ഒന്നാമത്തെ സൃഷ്ടിപ്പിനെ അറിഞ്ഞിട്ടുണ്ട്. ഫലോല തദക്കറൂൻ, നിങ്ങൾക്കത് മനസ്സിലാക്കിക്കൂടായിരുന്നു. നഷ്അത്തലൂല വഫി ഖിറാഅത്തിൻ ബിസുകൂരി ഷീൻ, നഷ്അത്ത് എന്നും വന്നിട്ട് നഷഅത്ത് എന്നും വന്നിട്ടുണ്ട്. അവിടെ ഒരു ഖിറാഅത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ജലാലി. ഫലൗല തദക്കറൂന ഫീഹി, നിങ്ങൾക്കതിൽ ചിന്തിച്ചുകൂടായിരുന്നു എന്ന്. ഫലൗല തദക്കറൂൻ ഫീഹി ഇദ്ഗാമു താഇ സാനിയ ഫിൽ അസ്ലി. തതദക്കറൂൻ എന്നാണ് തദക്കറൂന്റെ അസ്ലി. തതദക്കറൂൻ എന്നുള്ള 2 തായിൽ ഒരു തായിനെ പിന്നെ ഇദ്ഗാമ് ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ അതിനെ ദാലിൽ ലയിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. തതദക്കറൂനെ പോയിട്ട് തതദക്കറൂനായി മാറിയിട്ടുണ്ട്. ഫല തതദക്കറൂൻ എന്നുള്ളത്. സാനിയ ഫിൽ അസ്ലി ഫിദാലി, അസ്ലിൽ ദാലില് രണ്ടാമത്തെ തായിനെ ഇദ്ഗാം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അഫറഅയ്തും മാ തഹ്റുസൂൻ, ഇനി ഒന്നുകൂടി എന്ത് ചെയ്യാണ്? ഇപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോയതിനു ശേഷം പിന്നെ നിങ്ങൾ കൃഷി ചെയ്യുന്നതിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അഫറഅയ്തും, നിങ്ങൾ കാണുന്നില്ലേ? മാ തഹ്റുസൂന, നിങ്ങൾ കൃഷി ചെയ്യുന്നത്. തഹ്റുസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുസീറൂന ഫിൽ അർളി വതുൽഖൂനൽ ബദ്റ ഫീഹ, നിലം ഉഴുതു മറിച്ചുകൊണ്ട്, അൽഖയുൽഖിയാണ് ഇടുക, വതുൽഖൂനൽ ബദ്റ, വിത്തിനെ ഇടുന്നുണ്ട്, ഫിഹ ഭൂമിയില്. തുസീറൂന, നിങ്ങൾ ഇളകി മറിക്കുന്നുണ്ട്, ഫിൽ അർളി ഭൂമിയില്, ഭൂമിയെ കിളച്ചു മറിച്ചുകൊണ്ട്, ഉഴുതു മറിച്ചുകൊണ്ട്, വതുൽഖൂനൽ ബദ്റ ഫീഹ, അതിൽ വിത്തിടുന്നുണ്ട്. അത് നിങ്ങൾ കാണുന്നില്ലേ? ഒരു ചോദിക്കാണ്, അന്തും തസ്റഊനഹു, അങ്ങനെ നിങ്ങൾ ഭൂമിയിലിട്ട വിത്തിനെ നിങ്ങളാണോ മുളപ്പിക്കുന്നത്? അം നഹ്നു സാരിഉൻ, നാമാണോ മുളപ്പിക്കുന്നത്? സറആറിനെ കൃഷി ചെയ്തു നാം. ഇവിടെ ആ അന്തും തസ്റഊനഹു എന്നുള്ളത് തഫ്സീർ ജലാലി, തുംബിത്തൂനഹു, മുളപ്പിക്കുന്നത് ആരാണ്? നല്ല കുഴി കുഴിച്ചുകൊണ്ട് അതിൽ വിത്ത് ഇടാൻ നിങ്ങൾക്ക് സാധിക്കും. ഉഴുതു മറിച്ചുകൊണ്ട് വിത്ത് എറിയാൻ നിങ്ങൾക്ക് സാധിക്കും. ആ എറിഞ്ഞ വിത്തുകൾ മുഴുവൻ മുളക്കണോ മുളക്കണ്ടേ?
ആ തുമ്പിത്തൂനഹു എന്ന് പറഞ്ഞാൽ അതിനെ മുളപ്പിക്കുന്നവൻ നിങ്ങളാണോ അം നഹ്നു സാരിൻ, അതോ മുളപ്പിക്കുന്നവൻ ഞാനാണോ? അത് അഫറൈത്തു, നിങ്ങൾ കാണുന്നില്ല, അഖ്ബിറൂനി പിന്നെ പറഞ്ഞു തരിക, അനിൽ ബുദൂരില്ലത്തി തുൽഖൂന ബിഹാ ഫിൽ അർദി, ഭൂമിയിലേക്ക് നിങ്ങൾ കൃഷി ചെയ്യുന്ന വിത്തുകളെ കുറിച്ച്. വഅദ ഹർസി, അതിനെ ഉഴുതുമറിച്ചതിന് ശേഷം നിങ്ങൾ ഭൂമിയിലേക്ക് എറിയുന്ന വിത്തുകളെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരിക. ആ അന്തുമുല്ലദീ തുമ്പിത്തൂനഹ വ തുസയ്യിറൂനഹ സർഅൻ, നിങ്ങളാണോ അത് മുളപ്പിക്കുന്നതും കൃഷിയാക്കി മാറ്റുന്നതും? ഏർ ബഹീജൻ, ശോഭ നിറഞ്ഞ, നദ്റൻ, കാണാൻ രസമുള്ള ചെടികളാക്കി മാറ്റുന്നത് നിങ്ങളാണോ? ആം നഹ്നുല്ലദീന നഫ്അലു ദാലിക, നാമാണോ? എത്ര വിത്തുകൾ നമ്മൾ ചില ആളുകളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്, അത് മുളക്കാതെ പോയിട്ടുണ്ട്. മുളച്ചാൽ തന്നെ വളരാനുള്ള കരുത്തില്ലാതെ പോയിട്ടുണ്ട്. എന്നാൽ പൊളച്ചത് അതിസുന്ദരമായി കാഴ്ചകൊണ്ട് വിളവെടുക്കുന്നതും എത്രയുണ്ട്? രണ്ടുമുണ്ട്. ആരാണ് മുളപ്പിക്കുന്നവൻ? അള്ളാഹുവാണ്. വിത്തെറിയുന്നത് വരെ നമുക്ക് എന്തുണ്ട്? അതിൻ്റെ സമയവും സന്ദർഭവും നോക്കി ഭൂമിയെ ഉഴുതുമറിച്ചുകൊണ്ട് എറിയാം. മുളക്കാം, മുളക്കാതിരിക്കാം. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആ അന്തും തസ്റഊനഹു, നിങ്ങളാണ് മുളപ്പിക്കുന്നത്. അം നഹ്നു സാരിഊൻ, അള്ളാഹു പറയാം, ലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ലജഅൽനാഹു, അതിനെ ആക്കുമായിരുന്നു, ഹുത്താമൻ, കരിഞ്ഞു പോകുന്നത്. ഫളൽതും തഫക്കഹൂൻ, അപ്പൊ നിങ്ങള് അത്ഭുതത്തോടു കൂടെ പറയും, ഇന്ന് ഈ വർഷത്തെ കൃഷി നമുക്ക് നഷ്ടമായി പോയി എന്ന് പറയും. ലൗ നിഷാവ്, നാം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ലജഅൽനാഹു ഹുത്താമൻ, നിങ്ങളാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളിട്ട് എല്ലാ വിത്തുകളും മുളച്ചുകൊണ്ട് നമ്പർ 1 കൃഷി അതിലെന്ത് ചെയ്യണം? വരണം. അത് നബാത്ത്, അവിടെ തഫ്സീറിൽ ലോ നഷാഉ, നാം ഉദ്ദേശിച്ചില്ല, ലജഅൽനാഹു ഹുത്താമൻ, ഹുത്താമാക്കി മാറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബാത്തൻ യാബിസൻ, ഉണങ്ങിയ ചെടിയാക്കി മാറ്റും. ലാ ഹബ്ബ ഫിഹി, അതില് ധാന്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. ഇപ്പൊ നമ്മള് കൃഷി നടത്തുന്നവർക്ക് അറിയാം, നെല്ല് കുഴിച്ചിട്ട് കഴിഞ്ഞാല് അതിൽ എത്ര എണ്ണം ഉണ്ടോ, 10 എണ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ 9 എണ്ണത്തിൽ കരുത്തുള്ള കതിര് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നില് കതിര് വിളവില്ലാത്ത, നെല്ലില്ലാത്ത, പിന്നെ അല്ലെങ്കിൽ അരിമണി, മറ്റേ അരിയില്ലാത്ത കതിരുകൾ ഉണ്ടായിപ്പോ. എന്തോ ഒരു പേരുണ്ട്, പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. അപ്പോ ഉണങ്ങി, ഹബ്ബുകൾ, ധാന്യമണി ഇല്ലാത്തത് വന്നാണ്. മുഴുവൻ അങ്ങനെയാണെങ്കിലോ? ചില ഏരിയകളിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാകുന്നതിൽ ഒറ്റപ്പെട്ട് ഒന്നോ രണ്ടോ ഒക്കെ എല്ലാത്തിലും ഉണ്ടാവാറുണ്ട്. നെൽകൃഷി നടത്തുന്നവർക്കറിയാം. മുഴുവൻ ഉണ്ടാവാതിരുന്നു കഴിഞ്ഞാലോ? ഫലൽത്തും, നിങ്ങളായി മാറും. ലൽത്തും എന്നുള്ളത് അസ്ലുഹു ലലിൽത്തും എന്നാണ്. ബി കസ്രിൽ ലാമി, ലാമിന് കസറായിട്ട് ലലിൽത്തും. പ്രതിഫത്ത് തഖ്ഫീഫൻ, ഒരു ലാമിന് തഖ്ഫീഫിന്, ഹിഫത്തിന് വേണ്ടി, ലഘുത്വം ലഭിക്കാൻ വേണ്ടി കളയപ്പെട്ടു എന്നാണ്. ഐ അഖംതു നഹാറം ഫലൽത്തു, നിങ്ങളായി മാറുന്ന അകം, പകല് നിങ്ങൾ നിൽക്കും. തഫക്കഹൂൻ, തഫക്കഹൂന തഫക്കഹൂന, ഉദിഫത്ത് മിൻഹു യദ താഇനി, രണ്ട് തായിൽ നിന്ന് ഒരു തായിനെ കളയപ്പെട്ടു. ഫിൽ അസ്ലി, അസ്ലിൽ. അർത്ഥം എന്താണ്? തഅജബൂന മിൻ ദാലിക, അതുകൊണ്ട് അത്ഭുതപ്പെടും. വതഖൂലൂൻ, പറയും ചെയ്യും. തഅജബൂന മിൻ ദാലിക വതഖൂലൂൻ, അതാണ് തഫക്കഹൂൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥമുള്ളത്. അത്ഭുതപ്പെടുകയും പറയും ചെയ്യും. ഇന്നാ ലമുഗ്റമൂൻ, നമുക്ക് നഷ്ടം സംഭവിച്ചു പോയിട്ടുണ്ട്. ജലനി നഫഖത സിർഇന, കൃഷിയുടെ ചെലവ് ഈ വർഷം നഷ്ടമായി പോയിട്ടുണ്ട്. ഒരുപാട് വിളവിറക്കി, അതൊന്നും കരുത്തോടു കൂടെ മുളച്ചു വന്നില്ല. ചിലത് മുളച്ചു വരാതെ പോകും, ചിലത് മുളച്ചു വന്ന് തന്നെ കരുത്തില്ലാതെ പോകും, നഷ്ടപ്പെട്ടു പോകും. ഇതിന്റെ കൂടെ ഒന്നുകൂടി പറയും, ബൽ നഹ്നു മഹ്റൂമൂൻ, നമ്മൾ തടയപ്പെട്ടവരാണ്. മംനൂഉൻ റിസ്ഖന എന്ന് പറയും. ഇങ്ങനെ വിലപിക്കല്ലാതെ, ഈ വർഷത്തെ കൃഷി നാശമായി എന്ന് വിലപിക്കല്ലാതെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ മനുഷ്യരായ നിങ്ങളെ സൃഷ്ടിക്കുന്നവരാരാണ്? ഞാനാണ്. സൃഷ്ടിക്കാൻ എനിക്കറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് പുനഃസൃഷ്ടിക്കാൻ കഴിയൂലേ? കൃഷി ഇളക്കുന്നവന്, നിങ്ങൾ ഇണകളുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കുന്ന മനിയിനെ നിങ്ങളായി മാറ്റുന്നത്, അല്ലെങ്കിൽ കുഞ്ഞായി വളർത്തുന്നത് ആരാണ്? ഞാനാണ്. നിങ്ങൾ ഉഴുതുമറിച്ച ഭൂമിയിൽ എറിയുന്ന വിത്തിനെ ആരാണത് കൃഷിയാക്കി മാറ്റുന്നവൻ? ഞാനാണ്. ഇങ്ങനെ ഒരു വട്ടം സൃഷ്ടിക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ ആ നിങ്ങളെ ഒന്നും കൂടി പുനഃസൃഷ്ടിക്കാൻ വേണ്ടി എനിക്ക് സാധിക്കൂലേ എന്നുള്ള ആ ഒരു ചോദ്യത്തോടെ അടവെക്കുകയാണ്. ഇനി 67-ാമത്തെ ആയത്ത് മുതലുള്ളത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അസ്സലാമു അലൈക്കും.